നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 11 ദിവസം നീണ്ടു നിൽക്കുന്ന 39ാമത് അന്താരാഷ്ട്ര പുസ്തകമേള നവംബർ 4 മുതൽ 14 വരെ ഷാർജ സാമൂഹ്യ സേവന വകുപ്പാണ് സംഘടിപ്പിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരായ മലയാളികളാണ് പുസ്തകോത്സവത്തിലും പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ പുസ്തകമേളയാണ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. ലോകം ഷാർജയിൽ നിന്ന് വായിക്കുന്നു. ദ വേൾഡ് റീഡ്സ് ദ ഷാർജ എന്നാണ് ഈ വർഷത്തെ പുസ്തകമേളയുടെ സന്ദേശം. കഴിഞ്ഞ 38 വർഷമായി ഷാർജ ഭരണാധികാരിയും UAE സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ നേതൃത്വത്തിൽ ആണ് പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ EMSന്റെ പുസ്തകങ്ങൾക്കാണ് ഏറെ പ്രിയമെന്നത് കൗതുകമായി മാറി. കോവിഡ് ഭീതിയുടെ പശ്ചാത്തലത്തിലും വായന സർഗാത്മകമാക്കി നിലനിർത്തുമെന്നതിന്റെ തെളിവാണ് മലയാളികളായ വായനക്കാർ കുടുംബസമേതം എത്തി പുസ്തകങ്ങൾ വായിക്കുന്നത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ UAEയുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും അറബി വംശജരായ പലരും കുടുംബസമേതം എത്തുകയും പുസ്തകോത്സവം കഴിയുന്നതുവരെ ഇവിടെ തങ്ങി തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യ, ഒമാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുമാണ് ഇങ്ങനെ സന്ദർശകർ എത്തുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം ഇത്തവണ ഇവിടെ നിന്നുള്ള സന്ദർശകർക്ക് പുസ്തകോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. UAEയിലെ തന്നെ അബുദാബി എമിറേറ്റിൽ നിന്നുമുള്ള വർദ്ധിച്ച പങ്കാളിത്തം ഇത്തവണ കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം തടസ്സപ്പെട്ടു. ദുബായ്, ഷാർജ, മറ്റ് നോർത്ത് എമിറേറ്റുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇത്തവണ പുസ്തകോത്സവത്തിന് പ്രധാനമായും എത്തിയത്. കേരളത്തിൽ നിന്നും ഇത്തവണ മുഖ്യധാര പ്രസാധകരായ ചിന്ത പബ്ലിക്കേഷൻസ്, കറന്റ് ബുക്സ്, DC ബുക്സ്, ഒലിവ് പബ്ലിക്കേഷൻസ്, ലിബി പബ്ലിക്കേഷൻസ് എന്നിവയാണ് പ്രധാനമായും എത്തിയത്. ചിന്ത പബ്ലിക്കേഷൻ 200കളോളം ടൈറ്റിലുകളായാണ് ഇത്തവണ എത്തിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി EMSന്റെ പുസ്തകങ്ങൾക്ക് ഇത്തവണ വായനക്കാർ കൂടുതലായിരുന്നു എന്ന് ചിന്തകരുടെ സംഘാടകർ അറിയിച്ചു. കഥ, കവിത, ലേഖനങ്ങൾ, റെഫറൻസ് ഗ്രന്ഥങ്ങൾ എന്നിവയോടൊപ്പം രാഷ്ട്രീയ പുസ്തകങ്ങളും ബാലപ്രസിദ്ധീകരണങ്ങളും വിറ്റുപോകുന്നുണ്ട്. KN പണിക്കർ, റോമില താപ്പൻ, എമിൽ ബേൺസ്, KEN, KT കുഞ്ഞിക്കണ്ണൻ, MS ദേവദാസ്, പെരുമ്പടവം, C രാധാകൃഷ്ണൻ, ONV, BM സുഹറ, നായനാരുടെ ഒളിവുകാല സ്മൃതികളും HM കുട്ടിയുടെ കഥകളും എന്നിവയും വിറ്റുപോകുന്നുണ്ട്. 100 രൂപയുടെ കൂപ്പൺ വാങ്ങിയാൽ 125 ദിർഹം വിലയുള്ള പുസ്തകങ്ങൾ ചിന്ത പബ്ലിക്കേഷൻസ് ഇത്തവണ നൽകിയിരുന്നു. സംഘടനകളിലൂടെയും മറ്റും ഇത്തരം കൂപ്പണുകൾ നേരത്തെ തന്നെ ചിന്ത വിതരണം ചെയ്തിരുന്നു. വായന ഗൗരവമായി എടുക്കുന്ന ആളുകൾ മാത്രമാണ് ഇത്തവണ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ എത്തിയിരുന്നത്. കോവിഡ് കാലമായതിനാൽ പുസ്തക പ്രകാശന ചടങ്ങുകളോ പൊതുപരിപാടികളോ കലാപരിപാടികളോ ഒന്നുമില്ലാത്തതിനാൽ തിരക്ക് കുറവായിരുന്നു. എങ്കിലും ഗൗരവമുള്ള വായനക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല. ലിബി പബ്ലിക്കേഷൻസ് 40ഓളം പുസ്തകങ്ങളും ഒലിവ് പബ്ലിക്കേഷൻസ് 11 പുസ്തകങ്ങളും ഇത്തവണ പ്രകാശനം ചെയ്തു. വാര്യം കുന്നത്ത് മുഹമ്മദ് ഹാജിയെക്കുറിച്ചുള്ള പുസ്തകത്തിന് നല്ല ഡിമാൻഡായിരുന്നു എന്നും കൂടുതൽ ആളുകൾ ഇത് ചോദിച്ചു എടുക്കുന്നുണ്ട് എന്നും ഒലിവിന്റെ സംഘാടകർ അറിയിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കേണ്ടതിനാൽ സന്ദർശകർക്ക് 3 മണിക്കൂർ ദൈർഘ്യമുള്ള 4 വ്യത്യസ്ത സമയങ്ങൾ പ്രദർശനത്തിനായി തിരഞ്ഞെടുക്കാം. രാവിലെ 10 മുതൽ 1 വരെ, ഉച്ചയ്ക്ക് 1 മുതൽ 4 വരെ, വൈകിട്ട് 4 മുതൽ 7 വരെ, രാത്രി 7 മുതൽ 10 വരെ. രജിസ്റ്റർ ചെയ്തിട്ടുള്ള സന്ദർശകർക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള സമയക്രമം അനുസരിച്ച് വ്യത്യസ്ത നിറത്തിലുള്ള കൈകളിൽ ധരിക്കുന്ന ബാൻഡുകൾ നൽകുന്നതാണ്. ഈ വർഷം 73 രാജ്യങ്ങളിൽ നിന്നുള്ള 1024 പ്രസാധകർ പുറത്തിറക്കുന്ന വ്യത്യസ്ത ഭാഷയിലുള്ള 8000-ൽ പരം പുസ്തകങ്ങളാണ് മേളയിൽ സന്ദർശകർക്കായി ഒരുങ്ങുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.